അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലിനും അല്ലാതെ തന്നെ പബ്ലിക് എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ മോഡലിനും ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. ഇത് പഠിച്ചോണം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഒരു ക്വസ്റ്റൻ കിടപ്പുണ്ട്, പക്ഷെ അതിനെ ഞാൻ മാറ്റി വേറെ ക്വസ്റ്റൻ ഇട്ടായിരുന്നു, കാരണം അത് നിങ്ങളിപ്പോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു നമ്പർ ഒക്കെ ഇട്ടുകൊണ്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് പിന്നെ ചെയ്ത് തന്നെ പഠിക്കണേ, കാരണം കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ സ്റ്റെപ്പുകൾ. പക്ഷെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഫുൾ ചെയ്ത് നോക്കണം. 2 മിനിറ്റ് മതിയല്ലോ. ഇപ്പൊ ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പഠിക്കാം. മാക്സിമം നമ്മുടെ ചാനൽ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ. A is equal to 3, 1, -1, 2. I is equal to, ഇത് ചിലപ്പോൾ തരും, ചിലപ്പോൾ തരുന്നില്ല. ഇവിടെ തന്നിട്ടുണ്ട് I equal 1, 0, 0, 1. ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതൊരു 2/2 ആയതുകൊണ്ടാണ് ഇത് 1, 0, 0, 1. മീൻസ് 2 റോയും 2 കോളും ഉള്ളതായതുകൊണ്ടാണ് I 1, 0, 0, 1 എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ K യെ കണ്ടുപിടിക്കണം. ഇതാണ് കണ്ടീഷൻ. A² = 5A + KI. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ K യുടെ പ്ലേസിൽ ഏത് നമ്പർ വരണം? ഒരു കറക്റ്റ് നമ്പർ വന്നെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. വേറെ ഒരു നമ്പറും പറ്റില്ല. ഒരാളുണ്ട്, അവനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന കണ്ടീഷനുള്ളിലുള്ളവരെല്ലാം നമ്മുടെ വേണം. ഇവിടെ I നമ്മുടെ ഉണ്ട്, K കണ്ടുപിടിക്കാനുള്ളതാ, A നമ്മുടെ ഉണ്ട്, പിന്നില്ലാത്ത ആരാ? A². അവനെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം A² കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. A² എന്ന് പറഞ്ഞാൽ A × A, that is equal to A എഴുതണം. that is 3, 1, -1, 2. ഒന്നുകൂടെ എഴുതണം. 3, 1, -1, 2. എന്നിട്ട് ഫസ്റ്റ് മെട്രിക്സിനെ റോ വൈസും സെക്കൻഡ് മെട്രിക്സിനെ ഇങ്ങനെ കോളം വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാണെന്ന് എഴുതണം. ആദ്യത്തെ ആൻസർ എഴുതുന്നത് ഈ ഫസ്റ്റ് റോയും കൊണ്ട് ഈ ഫസ്റ്റ് കോളത്തിലുള്ളവരെ ഇൻഡു ചെയ്ത് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇങ്ങനെ 3 × 3 + 1 × -1. ഇതാണ് ഫസ്റ്റ് എലമെന്റ്. കേട്ടല്ലോ. 3 × 3 + 1 × -1. അടുത്തത് 3 × 1 പ്ലസ് ഇങ്ങനെ ഈ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിലാണ്. അപ്പൊ 3 × 1 3 + 1 × 2 അങ്ങനെ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത റോ ആണ്. ഈ റോയിലേക്ക് വരുമ്പോൾ -1 × 3. ഇതാണ് അടുത്ത എലമെന്റ്. -1 × 3 + 2 × -1. അടുത്ത -1 × 1 + 2 × 2. ഓക്കെ. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആൻസർ വരുമ്പോൾ നോക്കി 3 × 3 9 + 1 × -1 -1. അടുത്ത 3 × 1 3 + 2 1 × 2 കേട്ടോ. -1 × 3 -3 + -2 -1 + 4. That is equal to, simplify ചെയ്യുമ്പോൾ 9 + -1 9 -1 8 3 + 2 5 -3 + -2 -5 and 3. ഇതാണ് നമുക്ക് കിട്ടുന്ന A². ഇനി നമ്മൾ ഈ ഇക്വേഷനിലോട്ട് വേണ്ടിടത്ത് എല്ലാ വാല്യൂസ് കൊടുക്കുക. A² പ്ലേസിലോട്ട് ഇതിനെ കൊടുക്കണം. അപ്പൊ ദിസ് ഇംപ്ലൈസ് A² പകരം എന്ത് കിട്ടി? 8 5 -5 3 = 5 × A. A എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ. 3 1 -1 2 + K × I 1 0 0 1. അപ്പൊ എല്ലായിടത്തും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു. K മാത്രമേ ഇനിയുള്ളൂ, അതിനെ കണ്ടുപിടിക്കണം. ഇനി ഇത് പല രീതിയിൽ കൂടെ ചെയ്യാം. നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവനെ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സിംഗിൾ മെട്രിക്സ് ആണ്, ഒറ്റ ഒരാൾ. പക്ഷെ വലത്തെ സൈഡ് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലത്തെ സൈഡിനെ ഇതേപോലെ ഒരു സിംഗിൾ ആക്കും, ഇക്വേറ്റ് ചെയ്യുക, ആൻസർ ആക്കുക. ഓക്കെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഞാൻ നോക്കി എഴുതി. 8 5 -5 3 5 അകത്തോട്ട് കഴിയുമ്പോൾ 5 × 3 15 5 × 1 5 5 × -1 -5 5 × 2 10. K അകത്തോട്ട് കഴിയുമ്പോൾ K × 1 K × 0 0 0 K. അത് ഓക്കെ. ഇനി അവർ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ അതേപോലെ തന്നെ 8 5 -5 3 = ആഡ് ചെയ്യുമ്പോൾ 15 + K 15 + K ഫസ്റ്റ് എലമെന്റ്. അടുത്ത 5 + 0 ആരാണ്? 5. അടുത്ത -5 + 0 -5. ലാസ്റ്റ് 10 + K. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. കേട്ടല്ലോ. ഇവിടെ കണ്ടോ ഈ നമ്പർ കാണുന്നുണ്ട്. ഇവിടെ 5, ഇവിടെയും കറക്റ്റ് ആ നമ്പറാണ്. കണ്ടോ? ഇവിടെ നോക്കിക്കേ, -5 ഇവിടുത്തെ സെക്കൻഡ്, ഇവിടുത്തെ സെക്കൻഡ്, ഇവിടെ സെക്കൻഡ് ആരാ? -. നമ്പർ കാണുന്നതിന് കറക്റ്റ് നമ്പറേ വരത്തുള്ളൂ. ഇതിപ്പോ 4 എന്നാണെങ്കിൽ ഇവിടെ -5 ഇവിടെ 4 ആണെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് K ഉള്ള ടൈംസ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ K ഉള്ളത് ഇവിടെയാണ്, അത് ഫസ്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇവനെ തമ്മിൽ ഇങ്ങനെ കൊണ്ട് എന്ത് ചെയ്യണം? മോനെ
ഈക്വേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കെ ഉള്ളത് ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഡിവൻ. ഇവനെ അപ്പം ഡിവനുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. ഒന്നുകിൽ ഫസ്റ്റുകാരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോർത്തുകാരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. എവിടെ ചെയ്താലും ഒരേ ആൻസറേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 15 പ്ലസ് കെ ഈക്വൽ ടു 8 എന്നാണ് ഞാനിപ്പോ എടുക്കുന്നത്. 15 പ്ലസ് 8 കെ ഈക്വൽ ടു 8 മൈനസ് 15. ആൻസർ -7 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, -7. അല്ല നോക്കാം, 10 പ്ലസ് കെ ഈക്വൽ 3. 10 പ്ലസ് കെ ഈക്വൽ 3 എന്ന് ഇക്വേറ്റ് ചെയ്താൽ കെ ഈക്വൽ 3 - 10, അത് എത്ര കിട്ടി? -7. അപ്പോൾ രണ്ട് ആൻസറും ഒരേ നമ്പറെ കിട്ടാൻ പാടുള്ളൂ. അല്ല ഇതും ഡിഫറെന്റ് ആയാലും നമ്മൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ചെയ്യേണ്ടത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. മാക്സിമം പഠിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.